ഹായ് സ്റ്റുഡൻസ്, നിങ്ങളുടെ സ്വന്തം നിഫിമിസ് വീണ്ടും എത്തിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ സെക്ഷനിലൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ചാപ്റ്റർ 4 വെൽത്ത് ആൻഡ് നേഷൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ യാത്രകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യാത്രകളുടെ ആ സെക്ഷൻ്റെ അവസാനമായിട്ട് മിസ് പറഞ്ഞു യാത്രകളൊക്കെ ഒന്ന് കുറച്ചിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. ആ സെക്ഷൻ മിസ്സിൻ്റെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നന്നായിട്ട് തന്നെ നോക്കുക. അപ്പോൾ യാത്രകൾ എങ്ങനെയാണ്, യാത്രകളുടെ ഫീച്ചേഴ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് മിസ് പറയാൻ പോകുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കാണ്, കുറച്ച് ടേംസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ആ ടേംസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിൽ ഡൗൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, ആ സിസ്റ്റം എങ്ങനെ ചെയ്യും. നമ്മൾ ഇന്നിപ്പം നമ്മുടെ ഒരു ഗവൺമെൻറ് സിസ്റ്റത്തിൽ നമ്മൾ ഡെമോക്രാറ്റിക് സിസ്റ്റം എന്ന് പറയും. അപ്പം അത് നമ്മൾ സെറ്റിൽ ഡൗൺ ആണ്. അവിടെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്തിരുന്നത്, ഈ സിസ്റ്റത്തിനെ നമ്മൾ ഡെമോക്രാറ്റിക് സിസ്റ്റം. അതേപോലെ തന്നെ ഈ എക്സ്പ്ലോറേഷൻ നടന്നത് എന്താണ്, ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ നടത്തി വന്നുകൊണ്ടിരിക്കുന്ന ഗവേഷകർ, എക്സ്പ്ലോറേഴ്സ്, അവരിങ്ങനെ സെറ്റിൽ ഡൗൺ ചെയ്യാൻ തുടങ്ങി. അവിടുന്ന് ആളുകൾ, അവരുടെ കുറേ ആളുകൾ ആ ട്രെൻഡ് ഫോളോ ചെയ്യുന്നു. ട്രെൻഡ് ഫോളോ ചെയ്ത് വരുമ്പം സെറ്റിൽ ഡൗൺ ചെയ്യുമ്പോൾ അവരവരുടേതായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സിസ്റ്റം ഓരോ കാലഘട്ടത്തിലും ഓരോ പേരുകളിലാണ് വിളിച്ചത്. ആ ഓരോ ടീംസും ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനാണ് ഇന്ന് ഈ സെക്ഷനിലൂടെ മിസ് പറയാൻ പോകുന്നത്. ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ആണ്. അത് കാരണമുള്ള ഇഫക്റ്റും അത് കാരണമുള്ള ചേഞ്ചസും എന്നാൽ അതിൻ്റെ കോൺസിക്വൻസ്, വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അങ്ങനെയുള്ള കുറച്ചൊരു കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സിലേക്കാണ് മിസ് പറയുന്നത്. അതിൽ പ്രധാനമായും നമ്മൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ് മെർക്കൻറ്റിലിസം. എന്താണ് മെർക്കൻറ്റിലിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ആ സെക്ഷനിലേക്ക് നടക്കാം. അത് കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് ഈ കൊളോണിയൽ പവർ എങ്ങനെ വന്നു, അത് കൊളോണിയൽ പോളിസീസ് എങ്ങനെ അവിടെ ഇംപ്ലിമെൻ്റ് ആവുന്നു ഓരോ നാട്ടിലും അവർ സെറ്റിൽ ഡൗൺ ചെയ്തപ്പോൾ. പിന്നീട് പറയുന്നത് മർച്ചൻ്റ് ക്യാപിറ്റലിസത്തിലേക്ക് എങ്ങനെ വന്നു. ഇങ്ങനെ കുറച്ച് ഇത്തിരി സിമ്പിൾ ടോപ്പിക്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് ഒരു ഫീച്ചറാണ് മെർക്കൻറ്റിലിസം. നമ്മൾ പറഞ്ഞു എക്സ്പ്ലോറേഷൻ നടത്തിയിരുന്നത്, കഴിഞ്ഞ സെക്ഷനിൽ മിസ്സിൻ്റെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എക്സ്പ്ലോറേഷൻ പ്രധാനമായും നടത്തിയിരുന്നത് ട്രേഡിൻ്റെ ആവശ്യത്തിനാണ്. എന്തായിരുന്നു, ട്രേഡ് ഇത്തിരി കൂടി അഡ്വാൻസ്ഡ് ആവണം, ട്രേഡ് വഴി കൂടുതൽ എംപവേർഡ് ആവണം. അതുകൊണ്ട് തന്നെ കൂടുതൽ മൊണോപ്പൊളിയിലേക്കും ട്രേഡ് വരാൻ തുടങ്ങി. ചില പ്രോഡക്റ്റ് അവർക്ക് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാവൂ, അവർ മാത്രമേ ട്രേഡ് നടത്താവൂ എന്നുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കണ്ടു ഒരു ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ്റെ കോൺസിക്വൻസ് ഒക്കെ. അപ്പോൾ ഇങ്ങനെ ഈ ട്രേഡ് നടത്തിക്കൊണ്ടിരിക്കുമ്പം എക്സ്ചേഞ്ച് ആണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോൾ പല പ്രോഡക്ട്സും, ഇത് നോക്കുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. അതായത് നമ്മൾ മിഠായി വാങ്ങുമ്പം 10 രൂപയോ 5 രൂപയോ എമൗണ്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ട്രേഡ് നടത്തി എമൗണ്ട് കൊടുക്കുമ്പം ആളുകൾക്കൊരു, അന്നത്തെ കാലത്ത് ഒരു ഇന്നിപ്പോൾ നമ്മൾ മണി എന്ന രീതിയിലാണ് ഫോർമാറ്റിൽ നമ്മൾ വാല്യൂ കണക്കാക്കുന്നത്, എമൗണ്ടിന് ട്രേഡിന് എക്സ്ചേഞ്ചിന് വേണ്ടി നമ്മൾ കരുതുന്നത്. എന്നാൽ അന്നത്തെ കാലത്ത് കൂടുതലും ഈ റൂളേഴ്സ് എന്തായിരുന്നു കണക്കാക്കിയിരുന്നത്, ഗോൾഡ് ആൻഡ് സിൽവർ. അതായത് ഗോൾഡ് ആൻഡ് സിൽവറിൻ്റെ ഫോർമാറ്റിലായിരുന്നു ആ ഒരു എക്സ്ചേഞ്ചിന് വേണ്ടി ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ കണക്കാക്കി. അതേപോലെ തന്നെ മറ്റ് പ്രഷ്യസ് മെറ്റൽസും ആയിരുന്നു അവർ കണക്കാക്കിയിരുന്നത്. പ്രഷ്യസ് മെറ്റൽസിൻ്റെ ഫോർമുലയായിരുന്നു കണക്കാക്കി. ഇന്നത്തെ തൊട്ട് എമൗണ്ട്, റുപ്പി, പൈസ അങ്ങനെ ഒരു ഇതല്ലായിരുന്നു. ഗോൾഡ് കൊടുക്കുക അല്ലെങ്കിൽ സിൽവർ കൊടുക്കുക, പ്രഷ്യസ് മെറ്റലിൻ്റെ ഒരു എക്സ്ചേഞ്ച് വഴിയായിരുന്നു ചെയ്തുകൊണ്ട്. ഇങ്ങനെ ട്രേഡുകളൊക്കെ ട്രേഡുകൾ നടത്തുമ്പോൾ പ്രോഡക്റ്റ് വാങ്ങുന്നു. ആ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്തായിട്ട് വരുന്നു. ഈ ഒരു ഫീച്ചർ ഇങ്ങനെ പ്രോഡക്റ്റ് ഇങ്ങനെ കൊടുക്കുന്നു, അഥവാ ഗുഡ്സ് ഗെയിൻ ചെയ്യുമ്പോൾ യൂറോപ്യൻസ് അവർ ഗോൾഡ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഗുഡ്സ് ഗെയിൻ ചെയ്യുന്നു, ഗോൾഡ് പക്ഷേ പോവുകയും ചെയ്യുന്നു. ആരുടെ? യൂറോപ്പിനെ സംബന്ധിച്ച് അവർ ഗോൾഡ് പോകുന്നു. ഹൗവർ ദേ ഗെറ്റ് ദ പ്രോഡക്റ്റ്,
ഒരു പ്രോഡക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഗോൾഡ്, സിൽവർ അങ്ങനെയുള്ള പ്രഷ്യസ് മെറ്റൽസ് അവർക്ക് ലോസ് ആവുന്നു. നമ്മുടെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിലും നമ്മളിങ്ങനെ നമുക്ക് വലുതായിട്ട് ഇൻകം ഇല്ലെങ്കിൽ പോലും, ഇൻകം ഉള്ളവരാണെങ്കിൽ പോലും, സാലറി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഓരോ പ്രോഡക്റ്റ് വാങ്ങുമ്പോഴും അതിൻ്റെ എമൗണ്ട് നോക്കും. എത്രയാണ് പൈസ, എത്രമാത്രം കൊടുക്കണം, അത് നമുക്കറിയാം. നമ്മുടെ എക്സ്പെൻഡിച്ചറും ഇൻകം ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ എക്സ്പെൻഡിച്ചർ എത്രമാത്രം ആവണം. ഇനിയിപ്പം സാലറി ഇപ്പം കിട്ടുന്നു, അടുത്ത മാസം നമുക്ക് എന്ത് വാങ്ങണം, അതൊരു പേനയാവണോ അതോ നല്ല അടിപൊളി പേന പുതിയൊരു ഓൺലൈനിൽ നിന്ന് വാങ്ങണോ, പുതിയ ട്രെൻഡിങ് പേന വാങ്ങണോ, അത് നോർമൽ 4 രൂപയുടെയോ 5 രൂപയുടെ ഒരു പേന വാങ്ങണോ എന്നൊരു ചിന്തയുണ്ട്. അപ്പം ഇങ്ങനെ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ടെങ്കിലും പോലും അവരുടെ സിൽവർ ആൻഡ് ഗോൾഡ് നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ അവർക്കിടയിൽ, യൂറോപ്യൻസ് ഇടയിൽ ഒരു തോട്ടുണ്ടായി, വൈ വി ഹാവ് ടു ഡു ദാറ്റ്. അവർ ഗോൾഡ് ഇങ്ങനെ അവരുടെ ആ ഒരു ശേഖരങ്ങൾ, അവിടെ ആ ഒരു സ്ട്രെങ്ത്, വെൽത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വെൽത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വെൽത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്കിടയിൽ ഒരു കോൺഷ്യസ് ആവുന്നു. ആ ഒരു കോൺഷ്യസ് ചിന്താഗതി ആദ്യം ഉണ്ടാവുന്നത് ലോർഡ് വിമിൻസോയ്ക്കാണ് ഇങ്ങനെ ഒരു തോട്ടുണ്ടായത്. ഇന്ത്യയിൽ നിന്ന് ഗുഡ്സ് വാങ്ങുമ്പോൾ യൂറോപ്യൻസ് എന്ത് ചെയ്യുന്നു, അവരുടെ ഗോൾഡ് ആൻഡ് സിൽവർ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ അവരുടെ ആ ഒരു വെൽത്ത് നഷ്ടപ്പെടുന്നതായിട്ട് ലോർഡ് വിമിൻസോയ്ക്ക് തോന്നി. അപ്പൊ അവർ വിചാരിച്ചു, ഇനി ട്രേഡ് നടത്തുന്നെങ്കിൽ ഗോൾഡ് ഗെയിൻ ചെയ്തുകൊണ്ട് മാത്രമേ, അഥവാ പ്രഷ്യസ് മെറ്റൽസ് ഓർ സ്റ്റോൺസ് ഗെയിൻ ചെയ്തുകൊണ്ട് മാത്രമേ അവർ ട്രേഡിലേക്ക് ഇൻവോൾവ് ചെയ്യൂ. അങ്ങനെ വന്നൊരു സിസ്റ്റമാണ് മെർക്കന്റിലിസം എന്ന് പറയുന്നത്. എന്താണ് മെർക്കന്റിലിസം എന്ന് പറയുന്നത്? ആൻഡ് എക്കണോമിക് പോളിസി. എന്താണത്? ഒരു എക്കണോമിക് പോളിസിയാണ്. ഒരു എക്കണോമിക് പോളിസി എന്തിനു വന്നു? where nations aimed to accumulate wealth, primarily gold and silver, through trade and other means. ട്രേഡ് വഴിയോ, വാണിജ്യം വഴി ഗോൾഡും സിൽവറും അതേപോലെ തന്നെ മറ്റ് പ്രഷ്യസ് സ്റ്റോൺസ് ആൻഡ് മെറ്റൽസ് ഗെയിൻ ചെയ്യാൻ വേണ്ടി നേഷൻസ് ഒരു എയിമിലേക്ക് എത്തി. ആ ഒരു പോളിസിയാണ്, എക്കണോമിക് പോളിസിയാണ് മെർക്കന്റിലിസം എന്ന് പറയുന്നത്. എന്താണ് മെർക്കന്റിലിസം? അതായത് ഇതൊരു 16th സെഞ്ചുറി, 18th സെഞ്ചുറിയിലാണ് ഈ ഒരു ഫീച്ചർ ഡൊമിനന്റ് ആയി നിന്നത്. ഗോൾഡിന്റെ ഫോർമാറ്റിൽ ട്രേഡ് നടത്തണം എന്നൊരു ഡൊമിനൻസ് വന്നത്. അപ്പം ഒരു എക്കണോമിക് പോളിസിയാണ്. എന്താണ് അതിലൂടെ കൺട്രീസ്, നേഷൻസ് എയിം ചെയ്യുന്നത്? അവരുടെ ട്രേഡ് ഗോൾഡിന്റെയോ സിൽവറിന്റെയോ രീതിയിൽ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ട്രേഡ് നടത്തുന്ന ഒരു എക്കണോമിക് പോളിസിയാണ് മെർക്കന്റിലിസം എന്ന് പറയുന്നത്. മെർക്കന്റിലിസത്തിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്സ് എന്താണ്, അത് എയിം ചെയ്യുന്നത് എന്ന് നോക്കാം. First feature is wealth of a nation is measured by the amount of gold and silver it possessed. That is bullinism എന്ന് പറയാമേ. അതായത് എത്രമാത്രം ഗോൾഡും സിൽവറും നേഷൻ അക്യുമുലേറ്റ് ചെയ്യുന്നു, പൊസസ് ചെയ്യുന്നു, അവർക്കുണ്ടാവുന്നു, അതിനെയാണ് അവരൊരു ഗുഡ് ഫീച്ചറായിട്ട് കണക്കാക്കുന്നത്. ഗുഡ് മെർക്കന്റിലിസം, അതായത് അവരുടെ നേഷന് സ്ട്രെങ്ത് ആവാൻ, വെൽത്ത്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ ഉള്ള വലിയൊരു മാർഗമായിട്ടാണ് അവർ ഈ ഗോൾഡ് ആൻഡ് സിൽവർ ഗെയിൻ ചെയ്യുന്നതായിട്ട് നടത്തിയത്. അതിനു വേണ്ടിയാണ് അവർ ഈ ബുള്ളനിസം എന്നൊരു ഫോർമാറ്റ് നടത്തി. ഇതിലൂടെ മാത്രമേ നേഷന്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നേഷന്റെ വെൽത്തിനെ മെഷർ ചെയ്തിരുന്നത് അങ്ങനെയാണ്, എത്രമാത്രം ഗോൾഡ് ഓർ പ്രഷ്യസ് സ്റ്റോൺസ് ആൻഡ് മെറ്റൽ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. And second point is countries that adopted this policy competed to accumulate wealth in the form of these precious metal. അപ്പം അവിടെ എന്താണ് ഉണ്ടായത്?
ഏതൊരു കൺട്രിയാണോ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അതായത് വെൽത്ത് എന്തിൻ്റെ ഫോമിൽ, ഈ ഒരു പ്രഷ്യസ് മെറ്റലിൻ്റെ ഫോമിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത്, ആ ഒരു സ്ട്രെങ്ത് അപ്പം കൺട്രിയുടെ കൂടി എന്നും പറയാം. അക്യുമുലേറ്റ് വെൽത്ത് ചെയ്യാൻ അവർ ഏറ്റവും ഉദ്ദേശിച്ച ഫോർമാറ്റ് കൂടുതൽ മെറ്റൽസ് ആൻഡ് സ്റ്റോൺസ് അക്യുമുലേറ്റ് ചെയ്യുക. അതിലൂടെ മാത്രമേ ആ ഒരു കൺട്രി ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലെങ്കിൽ സ്ട്രെങ്ത് ആയി എംപവേർഡ് ആയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ ആ ഒരു ഡൊമിനൻസ് അവർക്കൊരു മൊണോപ്പൊളിയിലേക്ക്, കാരണം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയ ഒരു കൺട്രിയെ സംബന്ധിച്ച് എന്ത് തന്നെ ഉണ്ടായാലും ദേ ബിക്കം സ്ട്രോങ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ട്രേഡ് നടത്താനായാലും കൂടുതൽ വർക്കിംഗ് ആയാലും സാധിക്കും. Third feature is nations reduced their import and increased export, thereby amassing wealth from other nations. വലിയൊരു ഫീച്ചറാണ്. നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് ഗുഡ്സ് വാങ്ങുമ്പോൾ, എന്തായാലും പറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് ഗുഡ്സ് വാങ്ങുമ്പോൾ നേഷൻസിന് അവരുടെ ഗോൾഡ് ഓർ പ്രഷ്യസ് മെറ്റൽസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇന്ത്യയിലേക്ക് ഗുഡ്സ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ. അതായത് ഇവര് ഗുഡ്സ് വാങ്ങുമ്പോൾ, അതായത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, പ്രോഡക്ട്സ് ഇമ്പോർട്ട് ഓർ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ വെൽത്ത് കുറയുകയും, അങ്ങനെ വരുമ്പോൾ അവർക്ക് കൂടുതൽ സ്ട്രെങ്ത് കിട്ടാതെ, അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഇമ്പോർട്ട്സ് ചെയ്യുന്ന റേറ്റ് അവർ കുറച്ചിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് കൂട്ടി. എക്സ്പോർട്ട് അവർ മറ്റ് കൺട്രീസിന് അവരുടെ പ്രോഡക്ട്സും ഗുഡ്സും ഒക്കെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അവർ കൂടുതൽ ഈ സ്റ്റോൺസ് ആൻഡ് മെറ്റൽസ് വഴി വെൽത്ത് നേഷനായി. അപ്പം എങ്ങനെയാണ് അവർ ചെയ്തത്, അതിന് ഈ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യണമെങ്കിൽ അവർ ഫീച്ചറായിട്ട് കണക്കാക്കിയത് എന്തായിരുന്നു, റെഡ്യൂസ്ഡ് ഇമ്പോർട്ട്സ് കുറച്ചിട്ട് ഇൻക്രീസ്ഡ് എക്സ്പോർട്ട് കൂട്ടി. അങ്ങനെ വന്നപ്പോൾ അവർ കൂടുതൽ വെൽത്തി നേഷൻസ് ആയിട്ട് മാറി. അപ്പം ഒരു മെർക്കന്റിലിസത്തിന്റെ ഫീച്ചർ എന്താണ്, ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് വെൽത്ത് ഓഫ് എ നേഷൻ മെഷേർഡ് ബൈ എമൗണ്ട് ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ പൊസസ്ഡ്. എത്രമാത്രം ഗോൾഡും സിൽവറും പൊസസ്ഡ് ആയിരിക്കുന്നു അതിനനുസരിച്ചാണ് ഒരു നേഷൻ വെൽത്തി ആയി എന്ന് പറയുന്നത്. ഏതൊക്കെ കൺട്രിയാണോ ഈ ഒരു പോളിസീസ് അഡോപ്റ്റ് ചെയ്ത് അവർക്കാണ് കൂടുതൽ വെൽത്ത് വന്നുകൊണ്ടിരുന്നത്. ജസ്റ്റിസ് അങ്ങനെ ഒരു കൂടുതൽ വെൽത്തി നേഷനാൻ വേണ്ടി അവർ ചെയ്തത് ഇമ്പോർട്ട് റെഡ്യൂസ് ചെയ്തിട്ട് എക്സ്പോർട്ട് കൂട്ടുകയാണ് ചെയ്തത്. ഇനി മിസ് പറയാൻ പോകുന്നത് ഇതിൻ്റെ ഒരു നമ്മൾ ഫീച്ചർ കണ്ടു, മെർക്കന്റിലിസം വഴി എങ്ങനെയാണ് എക്സ്പോർട്ട് ട്രേഡ് അവർ ചെയ്തത്. അങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നപ്പം അവർക്ക് മനസ്സിലായി അവർ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് യൂറോപ്യൻസ് കൂടുതൽ പ്രോഡക്ട്സ് ഉള്ളവരായിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ഇമ്പോർട്ട് കുറച്ചിട്ട് എക്സ്പോർട്ട് കൂട്ടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്ത് ഇത്തിരി എംപവേർഡ് ആയിട്ട് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇത്തിരി പവർഫുൾ ആക്കണം. മറ്റ് നേഷൻസിൽ അവരുടെ സ്ട്രെങ്ത് ഇത്തിരി കൂട്ടണം. അതിനുവേണ്ടി അവർ കൊണ്ടുവന്നൊരു പോളിസിയാണ്, അഥവാ അഡ്മിനിസ്ട്രേറ്റീവ് ഫീച്ചറാണ് കൊളോണിയൽ പോളിസി എന്ന് പറയുന്നത്. വി ഹേർഡ് ദാറ്റ് കോളനിവൽക്കരണം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. ഇവിടെ ബ്രിട്ടീഷ് വന്നു, നമ്മളെ ഭരിച്ചു, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ചു. ഇതിൻ്റെ ഒരു തുടക്കം ഇതാണ് പറഞ്ഞു വരുന്നത്. ബ്രിട്ടീഷിന്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തും. ഫസ്റ്റ് ഈസ് കൊളോണിയലിസം. Colonial policies refer to the policies and strategies employed by colonial powers to extract wealth from their colonies. തങ്ങളുടെ രാജ്യങ്ങളിൽ എത്തിക്കുക, കോളനിയിൽ നിന്ന് പരമാവധി സമ്പത്ത് തങ്ങളുടെ രാജ്യങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആണ് ഈ നയം നടപ്പിലാക്കുന്നത്. എന്താണ്? they have to acquire എന്ത്? extract wealth from their colonies. അതായത് ഇവർ കോളനിയിലാക്കി വെച്ചിരിക്കുന്ന, അതായത് സംതിങ് ലൈക്ക് ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് ഈ യൂറോപ്യൻസ് എവിടെയെങ്കിലും സെറ്റിൽഡായി പല സ്ഥലങ്ങളിലും, എസ്പെഷ്യലി ഇൻ ആഫ്രിക്കയിൽ സെറ്റിൽഡായപ്പോൾ അവരെന്താണ് ചെയ്തത്? നമ്മൾ പറഞ്ഞു ഒരു സ്ലേവ് സിസ്റ്റം,
സ്ലേവ്സിനെ അവർ ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതേപോലെ തന്നെ ഈ പിന്നീട് ഇത്തിരി കൂടി എൻഹാൻസ്ഡ് ആയപ്പോൾ അവർ വിചാരിച്ചു അവിടുത്തെ പ്രോഡക്ട്സ് കൂടി ഇവർക്ക് അണ്ടറിലാക്കണം, ഇവരുടെ പവറിൽ അണ്ടറിലേക്ക് ആക്കണമെന്ന് തോന്നി. അതുകൊണ്ട് എന്ത് ചെയ്തു, ആ കൊളോണിയൽ പവറിലേക്ക്, കൊളോണിയലൈസേഷനിലേക്ക് എത്തി. അപ്പോൾ കൊളോണിയൽ പവർ വഴി എക്സ്ട്രാക്ട് വെൽത്ത്, ആ ഒരു കൊളോണിയൽ നേഷൻസിൻ്റെ, അവർ കൊളോണിയവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന നേഷൻസിലെ വെൽത്ത് മാക്സിമം അവർ എക്സ്ട്രാക്ട് ചെയ്യാൻ തുടങ്ങി. വെൽത്ത് മാക്സിമം എടുക്കുക. അവരുടെ പ്രോഡക്ട്സ് വിത്തൗട്ട് വലിയൊരു ഇതില്ലാതെ, സ്ട്രെങ്ത് ഇല്ലാതെ ഈസിലി അവർക്ക് ഗ്രാബ് ചെയ്യാൻ കഴിയും. എങ്കിൽ മാത്രമേ ഈ നേഷൻസ് ഒരു വെൽത്തി നേഷൻസ് അവരുടെ ഇമ്പോർട്ട് കുറച്ചിട്ട് എക്സ്പോർട്ട് കൂട്ടി വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഈ കോളനീസ് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ചില കോൺസിക്വൻസും ഉണ്ട്. അതിലേക്ക് പോവാം. എങ്ങനെയാണ് ഓരോ കൺട്രീസും നമ്മുടെ ഇടയിൽ തന്നെ പറയുകയാണെങ്കിൽ നമ്മളൊരു പുതിയതായ ഒരു സ്ഥലത്ത് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന, അത് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ചിലപ്പം ഫുഡ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അധികം റെസ്റ്റോറൻറ്റ് എവിടെയൊക്കെയാന്ന് നോക്കും. അല്ല വേണ്ട, നമുക്ക് ഫുഡിനോടൊന്നും വലിയ താല്പര്യമില്ല, അവിടുത്തെ ഹിഡൻ സ്പോട്ട് എന്താണ്, അവിടുത്തെ സ്പെഷ്യൽ ഫീച്ചർ എന്താണ്, അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഓരോ കൺട്രിയും വെൽത്ത് അക്യൂർ ചെയ്തതിന്, അല്ലെങ്കിൽ കോളനീസിൽ നിന്ന് വെൽത്ത് എക്സ്ട്രാക്ട് ചെയ്ത ഓരോ ഫീച്ചറാണ്. ഫസ്റ്റ് കൺട്രിയാണ്, നമുക്ക് അതിലെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഹൗ കൊളോണിയൽ പോളിസീസ് അഡോപ്റ്റഡ് ബൈ വേരിയസ് കൺട്രീസ്. കൊളോണിയൽ പോളിസീസ് എങ്ങനെയാണ് ഓരോ കൺട്രീസും ഇംപ്ലിമെന്റ് ചെയ്ത ഓരോ നേഷൻസ്. ഫസ്റ്റ് നമ്മൾ പോർച്ചുഗീസിലേക്കാണ് പോകുന്നത്. പോർച്ചുഗീസുകാർ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് നോക്കാം. They break the Asian spice trade monopoly of the Arabs and secure control over it. സിമ്പിൾ ആയിരുന്നു അവരുടെ ഒരു ട്രേഡ്. അവരെല്ലാം യൂറോപ്യൻസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു സ്പൈസസ്. സ്പൈസസിന് അവരെന്ത് ചെയ്തു, അറബുകളായിരുന്നു ആദ്യം ഈ സ്പൈസസ് സെക്യൂർ ചെയ്തുകൊണ്ടിരുന്നത്. അറബുകളായിരുന്നു ആദ്യം സ്പൈസസ് ട്രേഡ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ പോർച്ചുഗീസുകാർ വന്ന് എന്ത് ചെയ്തു, പോർച്ചുഗീസുകാർ സിമ്പിളി വന്നിട്ട് ഇവരുടെ യാത്രയെ അങ്ങ് തടസ്സപ്പെടുത്തി. എന്ത് ചെയ്തു, അറബുകാരെ ട്രേഡ് നടത്താൻ സമ്മതിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ പോർച്ചുഗീസിന്റെ അധീനതയിലെത്തി ഈ സ്പൈസസിന്റെ ഒക്കെ ട്രേഡ്. അവരെന്ത് ചെയ്തു, അതിൽ മൊണോപ്പൊളി അവർക്ക് അറ്റൈൻ ചെയ്യാൻ സാധിച്ചു. എന്താണ് മൊണോപ്പൊളി? വാട്ട് യു മീൻ ബൈ മൊണോപ്പൊളി? അതിൽ അവർക്കൊരു ഏകാധിപത്യയെ പോലെ ആ ഒരു ട്രേഡിൽ അവർ മാത്രമായിരിക്കും ആ പ്രോഡക്റ്റ് ട്രേഡ് നടത്തുക എന്നൊരു സിസ്റ്റത്തിലേക്ക് വന്നു. നേരത്തെ അറബുകളായിരുന്നു, എന്നാൽ അറബിനെ മാറ്റിയിട്ട് പോർച്ചുഗീസുകാർ വന്നു. അങ്ങനെ വന്നപ്പോൾ കൂടുതൽ പവർ പോർച്ചുഗീസിന് ആ ഒരു കൺട്രീസിൽ, ആ ഒരു നേഷൻസിൽ എത്താൻ പറ്റി. എവിടേക്കാണോ സ്പൈസസ് ഉള്ളത്, അറബുകൾ ഏതൊക്കെ നേഷൻസിലാണ് സ്പൈസസിന് ട്രേഡ് നടത്തിക്കൊണ്ട്, ആ നേഷൻസിൽ പോർച്ചുഗീസിന്റെ ഒരു മൊണോപ്പൊളി പവർ ആ ട്രേഡിൽ മാത്രമല്ല പതുക്കെ ആ അവിടുത്തെ ആളുകളിലേക്കും അവിടുത്തെ നേഷൻസിലെ ഒരു സിസ്റ്റത്തിലേക്കും അവർക്ക് ഇമ്പോസ് ചെയ്യാൻ സാധിച്ചു. ഇമ്പോസ് ചെയ്തു. അപ്പം ഇനി നെക്സ്റ്റ് കൺട്രിയാണ് സ്പെയിൻ. സ്പെയിൻ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. പറഞ്ഞുതരാം. സ്പെയിൻ കൂടുതലും അവരിങ്ങനെ ഈ വെൽത്ത് ട്രേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി അവരുടെ ഈ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്തപ്പം വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ അവരെന്ത് ചെയ്തു, എക്സ്ട്രാക്ട് ആസ് മച്ച് ആസ് ഗോൾഡ് ആൻഡ് സിൽവേഴ്സ് ആസ് പോസിബിൾ ഫ്രം ദ അമേരിക്കൻസ് ടു എൻറിച്ച് ദ കിങ്ഡം. അവരെന്താണ് ചെയ്തത്, ഡയറക്ട്ലി കോളനീസിൽ നിന്ന് ഡയറക്ട്ലി അണ്ടർ ദ അതോറിറ്റി ഓഫ് ദ കിങ്. അതായത് ഈ സ്പെയിൻ കൂടുതലും ഫോക്കസ് ചെയ്തത് വെൽത്ത് ഇങ്ങനെ വന്നിട്ട് കിങ്ങിൻ്റെ ഒരു സ്ട്രെങ്തനിങ്ങിന് വേണ്ടി കിങ്ങിനെ കൂടുതൽ ഫോക്കസ് ചെയ്തു. അവരെന്താണ് ചെയ്തത്, കിങ്ങിനെ കൂടുതൽ ഫോക്കസ് ചെയ്തു. കിങ്ങിൻ്റെ ഒരു വെൽത്തിന് വേണ്ടിയും കിങ്ങിൻ്റെ ഒരു അതോറിറ്റി എങ്ങനെ ഇത്തിരി കൂടി പവർഫുൾ ആക്കാം. അതായത് കിങ്ങിന് വേണ്ടി പല മോണുമെന്റ്സും കിങ്ങിൻ്റെതായ കുറച്ച് പാലസസും അതൊക്കെ എൻറിച്ച് ചെയ്തു. പാലസസ് കൂടുതൽ പണിതു, പാലസസ് ഇത്തിരി കൂടി റെനോവേറ്റ് ചെയ്തു. അങ്ങനെ കിങ്ങിന് വേണ്ടി കൂടുതൽ വർക്ക് ചെയ്യാനായിട്ടാണ് സ്പെയിൻ ഫോക്കസ് ചെയ്തത്. ഇനി ഡച്ച് ആൻഡ് ഇംഗ്ലീഷ് അടുത്ത നേഷൻസിലേക്ക് പോകണം. അവരുടെ കൊളോണിയൽ ട്രേഡ് കൂടുതലും ഫോക്കസ് ചെയ്ത് ജോയിന്റ് സ്റ്റോക്ക്
കമ്പനീസിന് വേണ്ടിയായിരുന്നു. എന്തായാലും ഈ ജോയിന്റ് സ്റ്റോക്ക് സിസ്റ്റത്തിന് വേണ്ടിയായിരുന്നു അവർ കൂടുതലും ഫോക്കസ് ചെയ്തത്. അതുപോലെ തന്നെ നെതർലാൻഡ്സിനും ഒരു ജോയിന്റ് സ്റ്റോക്ക് സിസ്റ്റം ആയിരുന്നു ചെയ്തത്. ഈ ജോയിന്റ് സ്റ്റോക്ക് സിസ്റ്റം എന്താണെന്ന് മിസ് പറഞ്ഞുതരാം. ജോയിന്റ് സ്റ്റോക്ക് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മളിപ്പം ജോയിന്റ് സ്റ്റോക്ക് ട്രേഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. ഈ ഒരു സിസ്റ്റം ഈ കമ്പനികളിൽ അതെങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഡച്ച് ഓർ ഇംഗ്ലീഷുകാര് അവർക്ക് ഈ കൊളോണിയൽ നേഷനിൽ നിന്ന് കിട്ടുന്ന കൊളോണിയൽ നേഷനിൽ നിന്ന് കിട്ടുന്ന വെൽത്ത് അവരുടെ നേഷനിലേക്ക് കൊണ്ടുവരും. എവിടെ? ഡച്ചിലേക്ക് കൊണ്ടുവരുന്നു. ഡച്ചുകാരെന്ത് അവരുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് അവരുടെ സ്വന്തം ഏതെങ്കിലും ഇൻഡസ്ട്രീസിലേക്ക് ഈ വെൽത്ത് കൊണ്ടുവന്നിടും. നമുക്ക് തന്നെ നോക്കാം. നമ്മുടെ തന്നെ ഇപ്പം പല മൾട്ടി ബിസിനസ് ചെയ്യുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. ചിലപ്പം ക്ലോത്തിൻ്റെ ആയിരിക്കും, ക്ലോത്ത് ബിസിനസ് ചെയ്യുന്നവരായിരിക്കും. ചിലപ്പം മറ്റ് സ്റ്റേഷനറി ഐറ്റം ബിസിനസ് ചെയ്യുന്നവരായിരിക്കും. ഇത് രണ്ടും ഉള്ള ചില ബിസിനസ്മാൻമാരുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവർക്ക് ക്ലോത്തിൽ നിന്നൊരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ആ പ്രോഫിറ്റിൻ്റെ കുറച്ച് ഒരു ഫിക്സഡ് എമൗണ്ട്, ഒരു പെർസെൻറ്റേജ് അടുത്ത ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ആ ഒരു സിസ്റ്റത്തെയാണ്, അതായത് ഒരു സിസ്റ്റത്തിൽ നിന്ന് കിട്ടിയ, ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടിയ, ഇത്തിരി ഒന്ന് മാറ്റി എഴുതാം അപ്പൊ ഇത്തിരി കൂടി ക്ലിയർ ആവും. മിസ് ഇത്തിരി കൂടി ഒന്ന് നോക്കിക്കോട്ടെ, നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഒരു ബിസിനസ്, അടുത്ത കളർ നമുക്ക് വെറൈറ്റി ആയിട്ട് നോക്കാം. അടുത്ത കളറിൽ ഒരു ബിസിനസ്സിൽ നിന്ന്, ബിസിനസ് 1 നിന്ന് കിട്ടിയ കുറച്ച് പ്രോഫിറ്റ് ബിസിനസ് 2ലേക്ക് ആഡ് ചെയ്യും. അപ്പൊ ഇനി ബിസിനസ് 2ലാണ് പ്രോഫിറ്റ് കിട്ടുന്നതെങ്കിൽ ബിസിനസ് 1ലേക്ക് ആഡ് ചെയ്യും. അങ്ങനെ ബിസിനസ് 1ൽ നിന്നും 2ലേക്ക് ആഡ് ചെയ്യും. കുറച്ച് പ്രോഫിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് അവർ കൊടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ബിസിനസ്സും വളരും, ബിസിനസ് 2ഉം വളരും, ബിസിനസ് 1ഉം വളരും, അവർ ഇൻഡിവിജ്വലിയും വളരും. ആളുകൾ ഓരോരുത്തരായിട്ട് ഇൻഡിവിജ്വലിയും വളർന്നു വരും. അപ്പൊ എന്താണ്, ഒരു ഓവറോൾ ഡെവലപ്മെന്റ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. ആ ഒരു ഫീച്ചറാണ് ജോയിന്റ് സ്റ്റോക്ക് വഴി ഡച്ചുകാര് ചെയ്തത്. എന്ത് ചെയ്തു? കൊളോണിയൽ സ്റ്റേറ്റിൽ നിന്ന്, നേഷൻസിൽ നിന്ന് ഡച്ചുകാര് മാക്സിമം വെൽത്ത് അക്യുമുലേറ്റ് ചെയ്തിട്ട്, അല്ലെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു? അവരുടെ നാട്ടിലെ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അവരുടെ നാട്ടിലെ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. പിന്നീട് വേറൊരു വെൽത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവർ അടുത്ത ബിസിനസ്സിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ ബിസിനസ്സും വളർന്നു, ബിസിനസ്സും രണ്ടും വളർന്നു. അവർ ആ ഒരു ഇൻഡിവിജ്വലി നേഷൻ മുഴുവനായിട്ട് വളരാൻ തുടങ്ങി. ബിസിനസ് 1ഉം 2ഉം പിന്നെ ഇൻഡിവിജ്വലിയും വളർന്നു. ആ നേഷൻ എങ്ങനെ ഒരു ഹൈ വെൽത്തിലേക്ക് എത്തി. അപ്പം ഡച്ചും ഇംഗ്ലീഷും നെതർലാൻഡും കൂടുതൽ അവർ ബിസിനസ്സിലേക്ക് തന്നെയായിരുന്നു കൂടുതലും അവരുടെ ആ ഒരു പ്രോഫിറ്റ്, കൊളോണിയൽ നേഷനിൽ നിന്ന് കിട്ടിയ സ്ട്രെങ്ത്, അവരുടെ ആ ഒരു പവർ കൂടുതലും അവരെങ്ങനെയായിരുന്നു? ജോയിന്റ് സ്റ്റോക്ക് സിസ്റ്റം വഴിയായിരുന്നു ട്രേഡ് നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ട്രേഡ് നടത്തി നേഷൻസ് ഓരോന്നായിട്ട് വളർന്നുകൊണ്ടിരുന്നു. അതിൽ കൂടുതൽ നേഷൻ വളർന്നുകൊണ്ടിരുന്ന തീർച്ചയായും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പോർച്ചുഗീസ് ആൻഡ് സ്പെയിൻ്റെ ഫീച്ചർ എന്തായിരുന്നു മിസ് പറഞ്ഞത്? പോർച്ചുഗീസും സ്പെയിനും എങ്ങനെയായിരുന്നു ചെയ്തത്? അവർ കൂടുതലും ട്രേഡിൽ ഫോക്കസ്, എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ആ ട്രേഡിൽ ഫോക്കസ് ചെയ്യുന്നു. സ്പെയിനുകാർ അതേപോലെ തന്നെ ആ ഒരു കിങ്ങിൻ്റെ സെൻട്രൽ പവർ ആയിരുന്ന കിങ്ങിൻ്റെ ഒരു എൻകറേജ്, അവരുടെ ഒരു വെൽത്തിന് വേണ്ടിയായിരുന്നു കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ഡച്ച്, ഇംഗ്ലീഷ് അങ്ങനെയുള്ളവർ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് നേഷൻ്റെ ത്രൂ ഔട്ട് വെൽത്തിന് വേണ്ടിയായിരുന്നു ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ നേഷൻ്റെ വെൽത്ത് ഗെയിൻ ചെയ്ത് അക്യുമുലേറ്റ് ചെയ്തിരുന്ന പല രീതിയിലാണ്. മിസ് പറഞ്ഞത് മർക്കനിലിസം എന്താണ്, മർക്കനിലിസത്തിലൂടെ എങ്ങനെയാണ് ഈ കൊളോണിയൽ പവറിലേക്ക് ആളുകൾ, നേഷൻസ് എത്തിയത് എന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറഞ്ഞു കൊളോണിയൽ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്ത ഓരോ നേഷൻസും അവരുടേതായ ഒരു ഫീച്ചേഴ്സ്, അവരുടേതായ ഒരു ഫോക്കസ്, അവരുടേതായ ഒരു ഫീച്ചർ ഉണ്ടാവും. ആ ഒരു ഫീച്ചർ രീതിയിലാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്തത്. ആ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ എന്തൊക്കെ ഒരു ഇഫക്റ്റ് ഉണ്ടാവും. ഓരോ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും അതിൻ്റെതായ ഒരു മാറ്റങ്ങൾ എവിടെയാണോ ഇംപ്ലിമെന്റ് ചെയ്ത് അവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ കൊളോണിയൽ പവർ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ഉണ്ടായ ചില ഫീച്ചേഴ്സാണ് മിസ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് യൂറോപ്യൻ കൊളോണൈസേഷൻ ഓൺ നേറ്റീവ് പോപ്പുലേഷൻ വാസ് സ്ലേവറി ആൻഡ് സ്ലേവ് ട്രേഡ് ഇൻ ആഫ്രിക്ക.
കഴിഞ്ഞ സെക്ഷനിലെ പറഞ്ഞു ഒരു ട്രയാങ്കുലർ ട്രേഡ് രീതിയായിരുന്നു യൂറോപ്യൻസ് ഫോളോ ചെയ്തത്. ഏതൊക്കെ നേഷൻസ് ആയിരുന്നു ഈ ട്രയാങ്കിൾ ട്രേഡ് രീതിയിൽ ഇൻവോൾവ് ആയിരുന്നത്? ഓർക്കുന്നുണ്ടോ? മിസ്സിന്റെ കഴിഞ്ഞ സെക്ഷന് എല്ലാവരും ഒന്ന് നോക്കുക. അപ്പം മിസ് കഴിഞ്ഞ സെക്ഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ട്രയാങ്കിൾ ട്രേഡിൽ ആരൊക്കെയാണ്. ട്രയാങ്കിൾ ട്രേഡിൽ ഒരു ഏരിയ വരുന്നതാണ് ആഫ്രിക്ക. ആഫ്രിക്കയിൽ കൂടുതലും അവർ ഫോക്കസ് ചെയ്തത് സ്ലേവ്സിന് വേണ്ടിയായിരുന്നു. ആർക്ക് വേണ്ടിയായിരുന്നു? സ്ലേവ്സിന് വേണ്ടിയായിരുന്നു കൂടുതലും. പോപ്പുലേഷൻ വാസ് സ്ലേവറി സിസ്റ്റം ആയിരുന്നു ആഫ്രിക്കയിലെ ഒരു ട്രേഡിന്റെ പ്രധാന കാരണം. അപ്പം ആളുകളെ കൂടുതൽ ട്രേഡ് ചെയ്യാനായിരുന്നു ഒരു കൊളോണിയൽ പവർ യൂസ് ചെയ്തിരുന്നത്. സെക്കൻഡ് ഇമ്പാക്റ്റ് ആയിരുന്നു വെൽത്ത് വാസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ കോളനീസ് ആൻഡ് ഫ്ലോയിഡ് ഇൻ ദ യൂറോപ്യൻ കൺട്രീസ്. മിസ് കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞു തന്നെ ഒരു ട്രയാങ്കുലർ ഇതിൽ വരുമ്പോൾ എങ്ങനെയായിരുന്നു ഇഫക്റ്റ് ഉണ്ടായിരുന്നത്? യൂറോപ്പും അമേരിക്കയും ആഫ്രിക്കയായിരുന്നു. ഈ 3 നേഷൻസ് ആയിരുന്നു യൂറോപ്പിന്റെ ഒരു ട്രയാങ്കുലർ ട്രേഡ് നടത്തിയിരുന്നത്. എന്നാൽ ഇവിടെ നോക്കുമ്പം പറഞ്ഞു ട്രയാങ്കുലർ ട്രേഡ് വഴിയാണെങ്കിലും ഏതൊരു ട്രേഡ് ആണെങ്കിൽ പോലും ഇങ്ങനെ വെൽത്ത് എക്സ്ട്രാക്ട് ചെയ്തപ്പോൾ കോളനി നേഷൻസിൽ നിന്ന് വെൽത്ത് എക്സ്ട്രാക്ട് ചെയ്തപ്പോൾ വെൽത്ത് എല്ലാം എങ്ങോട്ട് ഫ്ലോയിഡായി? യൂറോപ്യൻ കൺട്രീസിലേക്ക്. എവിടേക്കാണ്? യൂറോപ്യൻ കൺട്രീസിലേക്കാണ് ഇത് ഫ്ലോ ആയി. അപ്പം യൂറോപ്യൻ കൺട്രീസ് കൂടുതൽ വെൽത്തി ആയി തുടങ്ങി. അവർ കൂടുതൽ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയി. ദേ അറ്റൈൻഡ് മോർ precious stones and metals. ഈ precious stones and metals അക്യുമുലേറ്റ് ചെയ്യുന്ന ആ ഒരു എക്കണോമിക് പോളിസിയെ എന്തായിരുന്നു വിളിക്കുന്നത്? മിസ് പറഞ്ഞല്ലോ ക്ലാസിന്റെ തുടക്കത്തിൽ. ഇറ്റ്സ് കോൾഡ് മെർക്കന്റിലിസം. അപ്പൊ ആ ഒരു പോളിസി വഴി ഏറ്റവും കൂടുതൽ ഇമ്പാക്ട്ഫുൾ ആയത് യൂറോപ്യൻ നേഷൻസിനാണ്. കാരണം അവരുടെ നേഷനിലേക്കാണ് കൂടുതലും വെൽത്ത് ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് ഒരു കൊളോണിയലൈസേഷന്റെ ഇമ്പാക്റ്റ് ആണ്. നേറ്റീവ് ലോസ് ദെയർ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ് ഓവർ ദെയർ ഓൺ റീജിയൻ. എന്താണ്? ആ ഒരു കൊളോണിയൽ പവറിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കൊളോണിയൽ നേഷൻസിന്റെ ഇമ്പാക്റ്റ് എങ്ങനെയായിരുന്നു? അവർക്ക് അവരുടെ നേഷനിൽ തന്നെ ജസ്റ്റ് വി സോ ലൈക്ക് ഇൻ ഇന്ത്യ, നമ്മുടെ ഇന്ത്യൻ നേഷനിൽ തന്നെ ബ്രിട്ടീഷ് വന്നപ്പോൾ എങ്ങനെയായിരുന്നു? അവരുടേതായ ഒരു പോളിസീസും റൂൾസും റെഗുലേഷൻസും അഡ്മിനിസ്ട്രേറ്റീവ് പവർ പോലും അവർ അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്തപ്പോഴെന്നുണ്ടായി നമുക്ക് നമ്മുടെ ഒരു ട്രഡീഷണൽ സിസ്റ്റം, ലൈഫ് സ്റ്റൈല് ഇതെല്ലാം മറിയാൻ തുടങ്ങി. അതിനായിരുന്നു ഇത് എങ്ങനെയാണ് നമ്മുടെ ബ്രിട്ടീഷിലേക്ക് നമ്മൾ എത്തിയെന്ന് മിസ് വരും ക്ലാസ്സുകളിൽ പറയും. ഇപ്പൊ യൂറോപ്യൻസ് ഇമ്പാക്റ്റ് ആണ് ആഫ്രിക്ക മുതൽ ഒരു ഏഷ്യയിലെ പല രാജ്യങ്ങളും ആണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഇമ്പാക്റ്റ് വന്നപ്പോൾ ആ ഒരു നേഷൻസിന്റെ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, അവരുടെ എന്താണ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഓവർ ദെയർ ഓൺ നേഷൻസ്. അതാണൊരു സ്പെഷ്യൽ ഇമ്പാക്റ്റ് നമ്മൾ പറയേണ്ടത്. അവരുടെ തന്നെ നേഷനിൽ അവർക്ക് ഒരു റൈറ്റ് ഇല്ലാതെയായി. ദെയർ ഓൺ നേഷൻസിൽ പൊളിറ്റിക്കലി ആണെങ്കിലും എക്കണോമിക്കലി ആണെങ്കിൽ പോലും അവർക്ക് അവരുടെ ഒരു സ്ട്രെങ്ത് എത്രയാണെന്ന് ഇമ്പാക്ട്ഫുള്ളി വരുത്താൻ സാധിക്കുന്നില്ല. കാരണം യൂറോപ്യൻസ് ആണ് കൂടുതൽ വെൽത്തി. അവർ കൂടുതൽ ഇമ്പാക്റ്റ് അവിടെ നൽകാനായിട്ട് തുടങ്ങി. നെക്സ്റ്റ് ഒരു ഇഫക്റ്റ് ആണ് ഇൻഡിജീനിയസ് കൾച്ചേഴ്സ് ഇൻ ദ കൊളോണീസ് ഫേസ്ഡ് ഡിസ്ട്രക്ഷൻ. നമ്മുടെ പല പ്രോഡക്ട്സും ഇൻഡിജീനിയസ് കൊളോണിയസ്ഡ് ആയിട്ടുള്ള നേഷൻസിൽ അവരുടെ സ്വന്തം നേഷൻസിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ട്രീസ് ആയിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ. നമ്മുടെ തന്നെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഊട്ടി, കൊടൈക്കനാൽ ആ ഒരു നോക്കുമ്പം അക്കേഷ്യ പോലുള്ള മരങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് കൂടുതലാണ്. അതൊരു ബ്രിട്ടീഷിന്റെ ഒരു കോളനിവൽക്കരണത്തിന്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ടാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇൻഡിജീനിയസ് നേഷൻസിൽ ഉണ്ടായിരുന്ന പല പ്രോഡക്ട്സ് ആൻഡ് വാട്ടെവർ ദെയർ കൾച്ചറലായിരുന്ന പല സിസ്റ്റംസും അവർക്കവിടെ ഡിമിനിഷ്ഡായി, ഡിസ്ട്രക്ഷൻ സംഭവിച്ചു. അത് പലപ്പോഴും ഇല്ലാതാവുക തന്നെയാണ് ചെയ്തത്. കാരണം ഈ കൊളോണിയൽ വന്ന നേഷൻസ്, യൂറോപ്യൻസ് എന്ത് ചെയ്തു? അവർക്ക് എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ പവർ ഇമ്പാക്റ്റ്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ നടക്കണം, ഈ ഒരു റൂൾസെ പാലിക്കാം,
ഈ ഒരു ട്രീസേ അവിടെ പാടുള്ളൂ, അല്ലെ ഈ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാവും എന്നൊരു റൂള് യൂറോപ്യൻസ് വെച്ചപ്പോൾ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഒരു കൾച്ചർ ആൻഡ് സിസ്റ്റംസ് ഡിസ്ട്രോയിഡ് ആയെന്നും പറയാം. നെക്സ്റ്റ് ഇമ്പാക്റ്റ് ആണ് വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ ആൻഡ് പ്രാക്ടീസസ് സ്പ്രെഡ് അക്രോസ് ദ കോളനീസ്. യൂറോപ്യൻ ലൈഫ് സ്റ്റൈലിലേക്ക് ഈ കൊളോണിയൽ നേഷൻസ് അവരുടേതായ ഒരു നേഷനിൽ കൾച്ചർ ആൻഡ് സിസ്റ്റംസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ആഫ്രിക്ക നോക്കുമ്പം അവർക്ക് അവരുടേതായ ഒരു പ്രത്യേക ഒരു സിസ്റ്റം ഉള്ള ഒരു നേഷനാണ്. എവർ ഇറ്റ് ഈസ് ആഫ്രിക്ക ആണെങ്കിൽ പോലും ഏഷ്യ ആണെങ്കിൽ പോലും അവർക്ക് ചില സിസ്റ്റംസ് ഉണ്ട്. നമുക്ക് തന്നെ നമ്മുടെ വീടുകളിൽ നമുക്ക് ചില ഓരോ സിസ്റ്റംസ് ഉണ്ട്. ഒരാൾ രാവിലെ 8 മണിക്ക് എഴുന്നേക്കും, ചിലപ്പോൾ വേറൊരാൾ 4 മണിക്ക് എഴുന്നേക്കും, കിടക്കുന്ന 4 മണിക്ക് എഴുന്നേക്കുന്ന ആൾ ചിലപ്പോൾ 8 മണിക്ക് കിടന്നുറങ്ങും. അങ്ങനെ നമ്മുടെ വീട്ടിൽ ഓരോ സിസ്റ്റംസ് ഉണ്ട്. പെട്ടെന്നൊരു പുറത്തുനിന്ന് ഒരാൾ വന്ന് നാളെ തൊട്ട് ഉറങ്ങാൻ പാടില്ല, നാളെ കഴിക്കേണ്ട സമയം 7 മണിയാണ്, എഴുന്നേക്കേണ്ട സമയം 8 മണിയല്ല, ഇത്തിരി കൂടി 10 മണിയാവണം, അല്ലെങ്കിൽ 7 മണിക്ക് വെളുപ്പിന് എഴുന്നേക്കണം. ഇങ്ങനെ ഓരോ സിസ്റ്റങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇറിറ്റേഷൻസ് ഉണ്ടാവും. നമ്മുടേതായ ലൈഫ് സ്റ്റൈൽ മാറും, നമ്മുടെ ബോഡിയിൽ അത് ഇമ്പാക്ട്ഫുൾ ആവും. അതേപോലെ തന്നെയാണ് ഒരു നേഷനിൽ വന്നപ്പോൾ, ഒരു നേഷൻ ഫുള്ളി വന്നപ്പോഴത്തേക്കിന് എന്ത് സംഭവിക്കും? അവരുടെ കൾച്ചറിനും ലൈഫ് സ്റ്റൈലിനും വ്യത്യാസം ഉണ്ടാവുന്നു. അവരുടെ ലൈഫ് സ്റ്റൈൽ ആൻഡ് കൾച്ചർ മാറുന്നു. അങ്ങനെ വരുമ്പോൾ അവരുടേതായ ഇൻഡിജിനസ് സിസ്റ്റം അവിടെ ഡിമിനിഷ്ഡ് ആവുന്നു. വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ ആൻഡ് പ്രാക്ടീസസ് ആണ് ഈ കൊളോണിയൽ നേഷൻസിൽ കൂടുതലും പ്രാക്ടീസ് ചെയ്യാൻ പിന്നീട് തുടങ്ങി. നെക്സ്റ്റ് ഇമ്പാക്റ്റ് ആണ് ക്രിസ്ത്യാനിറ്റി വാസ് പ്രൊപ്പഗേറ്റഡ് ഇൻ കൊളോനൈസ്ഡ് നേഷൻസ്. വെസ്റ്റേൺ റീജിയൻസ് കൂടുതൽ അവരുടെ റിലീജിയസ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. ആ ഒരു ക്രിസ്ത്യാനിറ്റി അവരുടെ ഒരു ക്രിസ്ത്യാനിറ്റിയിൽ എന്താണ് പഠിപ്പിക്കുന്നത്, അതിൻ്റെ തോട്ട്സും കാര്യങ്ങളും ഈ കൊളോണൈസ്ഡ് ആയിട്ടുള്ള നേഷൻസിലും വെസ്റ്റേൺ യൂറോപ്യൻസ് ഇംപ്ലിമെന്റ് ചെയ്തു. ഒരു ക്രിസ്ത്യാനിറ്റിയിലെ തോട്ട്സും കാര്യങ്ങളും എന്ത് ചെയ്തു, ഇവർ കൊളോണൈസ്ഡ് നേഷൻസിലും പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം അവരുടെ ആ ഒരു സിസ്റ്റത്തിൽ വീണ്ടും മാറ്റം, അവരുടെ വിശ്വാസങ്ങൾക്കും അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിന് വരെ മാറ്റങ്ങളും ഉണ്ടായിക്കൊണ്ടിരുന്നു. മിസ് പറഞ്ഞു കോളനിവൽക്കരിച്ചു എന്ന് പറഞ്ഞു. ഇതെന്തിനു വേണ്ടിയായിരുന്നു? വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ. ദാറ്റ് മീൻസ് മെർക്കനിലിസം എന്ന എക്കണോമിക് പോളിസി വഴി വെൽത്ത് കൂടുതൽ ഗെയിൻ ചെയ്യുന്നു. എങ്ങനെ? ഗോൾഡ് ആൻഡ് സിൽവർ ദാറ്റ് മീൻസ് കൂടുതൽ പ്രഷ്യസ് മെറ്റൽ വഴി അവർ കൂടുതൽ വെൽത്തി ആവാനായിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നു. ആ ഒരു എയിം ഫോക്കസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്തപ്പോൾ കോളനിവൽക്കരണം എന്നൊരു സിസ്റ്റത്തിലേക്ക്, ആ ഒരു പോളിസിയിലേക്ക് പല യൂറോപ്യൻ നേഷൻസും വന്നു. അതിൻ്റെ ഭാഗമായി ആ ഒരു കോളനിവൽക്കരിച്ച നേഷൻസിൽ പല ഇമ്പാക്ട്സും ഉണ്ടായി. അതിൻ്റെ ഇമ്പാക്ട്സ് ആണ് മിസ് പറഞ്ഞത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എങ്ങനെ കോളനിവൽക്കരയിലേക്ക് ഓരോ നേഷൻസും എത്തി എന്നതാണ് മിസ് ഇത്രയും നേരം പറഞ്ഞത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മിസ് ഇനി അടുത്തൊരു ടോപ്പിക്സിലേക്ക്, അടുത്തൊരു ടേമിലേക്ക് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഈസ് മർച്ചന്റ് ക്യാപിറ്റലിസം. എന്താണ് മർച്ചന്റ് ക്യാപിറ്റലിസം? അതിൻ്റെ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറോപ്യൻസ് നമ്മൾ പറഞ്ഞു അവർക്ക് ട്രേഡ് ഉണ്ട്, ബിസിനസ് ഉണ്ട്. അവർ ഏത് ആയിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ഓർക്കുന്നുണ്ടോ? എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിലൊന്ന് പറയാം. എന്നിരുന്നാലും മിസ് കഴിഞ്ഞ സെക്ഷൻസ് കേട്ടിട്ടില്ലാത്തവർ അത് പോയി ഒന്നുകൂടി കേൾക്കുക. ആ സെക്ഷൻസ് കേട്ടിട്ട് ഈ സെക്ഷനിലേക്ക് വരുത്താം. മിസ് ഒന്ന് പറയാം. ഫസ്റ്റ് അവരാരായിരുന്നു? മെഡിറ്ററേറിയൻ ആയിരുന്നു അവരുടെ ട്രേഡിംഗ് ആയിട്ട് അവർ യൂസ് ചെയ്തത്. പിന്നീട് അത് മാറ്റിയിട്ട് അവരെന്ത് ചെയ്തു? അറ്റ്ലാന്റിക് കോസ്റ്റ് വഴിയായി അവരുടെ ട്രേഡ്. അങ്ങനെ ട്രേഡിൽ അവർ ഫോക്കസ് ചെയ്തു. അതായത് അവർ ആദ്യ കാലഘട്ടം തൊട്ടേ അവർക്കൊരു ട്രേഡിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. യൂറോപ്യൻസിന് ആദ്യ കാലഘട്ടം തൊട്ടേ ഒരു ട്രേഡിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. എന്നാൽ ഈ മെർക്കനിലിസം സിസ്റ്റം വഴി കൂടുതൽ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്തു. പിന്നീട് കൊളോണിയലൈസേഷൻ വന്നു. മെർക്കനിലിസം വഴി സിംപ്ലി ചെന്ന് ട്രേഡ് നടത്തുമല്ല, ഇത്തിരി എക്സ്പാൻഫുൾ ആയിട്ട് പല നേഷൻസിലും ഇറങ്ങിച്ചെന്ന് ട്രേഡ് നടത്തിയപ്പോൾ എന്ത് ചെയ്യുന്നു? മെർക്കനിലിസം എത്തി. മെർക്കനിലിസം വഴി കൊളോണിയൽ പവറുകൾ ഉണ്ടായി. അപ്പോൾ ഈ കൊളോണിയൽ പവർ
മെർക്കന്റിലിസം എന്ന ഫീച്ചർ ആഡ് ചെയ്യുന്നതിന് മുമ്പും ഇവർക്ക് ചില ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു മെഡിറ്ററേനിയൻ സീ വഴി അവർക്ക് ട്രേഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ട്രേഡ് നടത്തിക്കൊണ്ടിരുന്ന പല ട്രേഡീസും വെൽത്തി ആയിരുന്നു. ഒബ്വിയസ്ലി ട്രേഡ് നടത്തിക്കൊണ്ടിരിക്കുന്നവരെന്തായിരിക്കും? വെൽത്തി ആയിരിക്കും. എന്നാൽ ഈ കൊളോണിയലിസം അഥവാ മെർക്കന്റിലിസം വഴി പിന്നീട് കൊളോണിയൽ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ട്രേഡ് നടത്തിക്കൊണ്ടിരുന്ന വെൽത്തി പീപ്പിൾസ് കൊളോണിയൽ പവർ പോളിസീസിന് ശേഷം വെരി വെൽത്തി പീപ്പിളായി മാറി. എന്താണ് വെരി വെൽത്തി പീപ്പിൾ? എന്തായിരുന്നു അവർക്ക് സംഭവിച്ചത്? ദേ ബിക്കം വെരി വെൽത്തി, അതിസമ്പന്നരായി മാറി. ആദ്യ കാലഘട്ടങ്ങളിൽ അവർ അവരുടേതായ ചെറിയ ചെറിയ ട്രേഡുകൾ നടത്തി, അതുവഴി അവർ വെൽത്തി പീപ്പിൾ ആയിരുന്നു. എന്നാൽ ഈ കൊളോണിയൽ പവർ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ദേ ബിക്കം വെരി വെൽത്തി. ആ വെരി വെൽത്തി വന്ന ട്രേഡേഴ്സിനെ അഥവാ ക്യാപിറ്റലിസ്റ്റുകളെ നമ്മൾ വിളിച്ചിരുന്നതാണ് മർച്ചന്റ് ക്യാപിറ്റലിസം. എന്തായിരുന്നു മർച്ചന്റ് ക്യാപിറ്റലിസം? അതിന്റെ ഡെഫിനിഷൻ നോക്കാം. ഇൻഡിവിജ്വൽസ് ഹു ഹാഡ് ബീൻ ഇൻവോൾവ് ഇൻ ട്രേഡ് ബിഫോർ ദീസ് എക്സ്പ്ലോറേഷൻ. ഈ എക്സ്പ്ലോറേഷൻ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ട്രേഡിൽ എൻഗേജ് ചെയ്തിരുന്ന ആളുകളുണ്ട്. അവരെന്തായി? എക്സ്പ്ലോറിന് ശേഷം അവർക്കുണ്ടായ മാറ്റം എന്താണ്? ബിക്കം വെരി വെൽത്തി. വാട്ട് ഈസ് വെരി വെൽത്തി? ആൻഡ് വെർ റെഫർഡ് ടു ആസ് മർച്ചന്റ് ക്യാപിറ്റലിസ്റ്റ്. അവരെ എന്തായിട്ടാണ് വിളിച്ചിരുന്നത്? മർച്ചന്റ് ക്യാപിറ്റലിസം എന്നാണ് വിളിച്ചിരുന്നത്. അപ്പം നേഷൻസ് ട്രേഡ് നടത്തിയിരുന്നത് രണ്ട് വിഭാഗത്തിലുള്ളവരാന്ന് പറയാം. ആദ്യം ഓൾറെഡി അവരുടെ നേഷൻസിൽ ട്രേഡ് നടത്തി വെൽത്ത് ആയവരും, പിന്നീട് ആ ട്രെൻഡിനെ ഫോളോ ചെയ്ത് പല നേഷൻസിലേക്ക് സ്പ്രെഡ് ആയി വരും, കോളനിവൽക്കരണത്തിലേക്ക് എത്തിയവരും. അപ്പം ഓൾറെഡി ട്രേഡിലായിരുന്നവര് പിന്നെ കൊളോണിയൽ പവർ വഴി ആ ഒരു പോളിസീസ് ഇമ്പാക്റ്റ് ആയപ്പോഴത്തേക്കിന് അതുവഴി അവർ വെരി വെൽത്തി പീപ്പിളായി. എന്താണ് വെരി വെൽത്തി പീപ്പിൾ? അവരെയാണ് മർച്ചന്റ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അവരെങ്ങനെയാണ് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്? മർച്ചന്റ് ക്യാപിറ്റലിസം എന്നാണ്, അഥവാ മർച്ചന്റ് ക്യാപിറ്റലിസ്റ്റുകളായിരുന്നു അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. അവർ ചില ഫീച്ചേഴ്സ് എന്താണ്? അവരെങ്ങനെയാണ് ഈ ഒരു അതിസമ്പന്നതയിലേക്ക് എത്തിയത്? അവരെങ്ങനെയാണ് ഈ കൊളോണിയൽ സ്റ്റേറ്റുകളിൽ, നേഷൻസിൽ എങ്ങനെയാണ് അവരുടെ ട്രേഡ് ആ ഒരു നേഷൻസിൽ നടത്തിയിരുന്നത് ഒരു പറഞ്ഞുതരാം. മർച്ചന്റ് സപ്ലൈഡ് റോ മെറ്റീരിയൽസ് ടു റൂറൽ ആർട്ടിഷൻസ്. അവർ ഈ റൂറൽ ആർട്ടിഷൻസിന് റോ മെറ്റീരിയൽസ് കൊടുക്കും. ബിക്കോസ് ദേ ആർ ഓൾറെഡി ഇൻ ട്രേഡ്. അവർ എക്സ്പ്ലോർ ചെയ്യുന്നു, പല നാടുകളിൽ നിന്ന് വരുന്നു, പലയിടത്തുനിന്ന് അവരുടെ നേഷനിൽ തന്നെ അവിടെ ഇവിടെയും പോകുന്നു. അങ്ങനെ വരുമ്പോൾ അവർ ചെന്നു ഈ റൂറൽ ആർട്ടിഷൻസിന് അവര് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്തു. എന്താണ് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്തു. റോ മെറ്റീരിയൽസ് കൊടുക്കുന്നു. അപ്പൊ ആർട്ടിഷ്യൻസ് എന്ത് ചെയ്യും? അവർക്ക് ഒരു റോ മെറ്റീരിയൽ കിട്ടി, അവരോട് പറഞ്ഞിരിക്കുന്ന ഇന്ന പ്രോഡക്റ്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം, ഞങ്ങൾ അതിൻ്റെ, അതായത് ട്രേഡേഴ്സ് അതിൻ്റെ റോ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഇവരെന്ത് ചെയ്യും? മാനുഫാക്ചർ ഗുഡ്സ്. ആ ഗുഡ്സ് അവര് ഒരു പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് മാറ്റാനായിട്ട് ചെയ്യും. അപ്പൊ അവരെന്ത് ചെയ്തു? ആർട്ടിഷ്യൻസ് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്തു. ഇനി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് വെറുതെ ചെയ്താൽ മതിയോ? നമുക്കതിന് ശമ്പളം കിട്ടണ്ടേ? നമ്മളെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു റിവാർഡ്, കോമ്പൻസേഷൻ ഞങ്ങൾ പറയത്തില്ലേ? അപ്പൊ ഈ മാനുഫാക്ചേഴ്സ് ഈ വർക്കേഴ്സിന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടണം? വേജ് കിട്ടണം. അപ്പൊ എന്ത് ചെയ്തു? ഈ ട്രേഡേഴ്സ് അഥവാ ഇവരെ ചെയ്യുന്നവരെന്ത് ചെയ്തു? ഇവർക്ക് വേജ് കൊടുത്തു. എന്ത് കൊടുത്തു? ഇവർക്ക് വേജ് കൊടുത്തു. ഒബ്വിയസ്ലി ആർക്കാണെങ്കിലും വേജ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബെനിഫിഷ്യൽ ആണ്.
കാരണം അവർ വർക്ക് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടായിട്ട് അവർക്ക് വേജ് കിട്ടാൻ തുടങ്ങി. അപ്പൊ വേജ് കിട്ടി കഴിഞ്ഞു. വേജ് കിട്ടിക്കഴിയുമ്പം വർക്കേഴ്സ് എന്ത് ചെയ്യും? അവർ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് ഈ മർച്ചന്റിന് കൊടുക്കുന്നു. എന്ത് ചെയ്യുന്നു? മർച്ചൻസ് എന്ത് ചെയ്യുന്നു? അവർ പ്രൊഡ്യൂസ് ചെയ്ത ഈ പ്രോഡക്റ്റ് ആർക്ക് കൊടുക്കുന്നു? വീണ്ടും മർച്ചൻസിന്റെ കയ്യില് ഫിനിഷ്ഡ് ഗുഡ്സ് കൊടുക്കുന്നു. എന്താണ്? ഫിനിഷ്ഡ് ഗുഡ്സ് കൊടുക്കുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഒരു സിസ്റ്റത്തെ? ആർട്ടിഷ്യൻസിന് റോ മെറ്റീരിയൽസ് ആര് കൊടുക്കുന്നു? മർച്ചൻസ് കൊടുക്കുന്നു. ഈ സർക്കിളൊക്കെ വേദമായി പോകണല്ലോ. നമുക്ക് ചെറിയൊരു സർക്കിൾ മതി. സർക്കിൾ വേണ്ട, വേറൊരു ടൂൾ എടുക്കാം. റെക്റ്റാങ്കിൾ തന്നെ. അല്ല, വേണ്ട, നമുക്കൊരു സെമി സർക്കിൾ നോക്കാം. അതും കൊണ്ട് രസമില്ല. പക്ഷെ വരയ്ക്കാം. വേറെ ഷെയ്ഡിലിട്ട് വരച്ച് കാണിക്കാം. മർച്ചൻസ് എന്ത് കൊടുക്കുന്നു? റോ മെറ്റീരിയൽസ് ആർട്ടീഷ്യൻസ് കൊടുക്കുന്നു. ആർട്ടീഷ്യൻസ് എന്ത് ചെയ്യുന്നു? ആ ഗുഡ്, ആ ഒരു റോ മെറ്റീരിയൽ വെച്ച് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നു. അപ്പൊ അവർക്ക് എന്ത് കിട്ടുന്നു? വേജ് കിട്ടുന്നു. എന്ത് കിട്ടുന്നു? വേജ് കിട്ടുന്നു. വേജ് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? തിരിച്ച് മർച്ചൻസിന് ഈ ഫിനിഷ്ഡ് ഗുഡ്സ് തിരിച്ചു കൊടുക്കുന്നു. മർച്ചൻസിന്റെ കയ്യിലേക്ക് പോകുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റം നടക്കാൻ തുടങ്ങി. അങ്ങനെ സിസ്റ്റം ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഗുഡ്സ് മർച്ചൻസിന്റെ കൈ കിട്ടിയപ്പോൾ ഇവരെന്ത് ചെയ്തു? ഈ ഒരു മർച്ചൻസിന്റെ കയ്യില് ഇപ്പൊ എന്താ ഉള്ളത്? ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഉണ്ട്. മർച്ചൻസിന്റെ കയ്യിൽ എന്താണുള്ളത്? ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആണ്. ഫിനിഷ്ഡ് പ്രോഡക്ട്സ് മർച്ചൻസിന്റെ കയ്യിലുണ്ട്. ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഓർ ഗുഡ്സ് ആരുടെ കയ്യിലിരിക്കുന്നു? ഫിനിഷ്ഡ് ഗുഡ്സ് മർച്ചൻസിന്റെ കയ്യിലിരിക്കുന്നു. അപ്പൊ മർച്ചൻസ് എന്ത് ചെയ്യും? ഈ ഗുഡ്സ് കൊണ്ടുപോയി സെല്ല് ചെയ്യുന്നു, സോൾഡ് ചെയ്യുന്നു. അവരിത് എന്ത് ചെയ്യുന്നു? സോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ ഒരു പ്രോഫിറ്റ് കിട്ടുന്നു. എന്തുണ്ടാക്കുന്നു? ഒരു പ്രോഫിറ്റ് അവർ ഗെയിൻ ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ പ്രോഫിറ്റ് അവർ ഗെയിൻ ചെയ്യുന്നു. ആര്? മർച്ചൻസ്. അപ്പൊ ഈ മർച്ചൻസ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? കൺസ്യൂമേഴ്സിന് എവിടെയാണ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എത്തുന്നത്? കൺസ്യൂമേഴ്സിന് ഇടയ്ക്കാണ്. കൺസ്യൂമേഴ്സിന് എന്ത് കിട്ടുന്നു? ഫിനിഷ്ഡ് ഗുഡ് കിട്ടുന്നു. ഈ റോ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് വരുന്നത്? ആർട്ടീഷ്യൻസിന്റെ കയ്യിൽ നിന്ന്. അഥവാ നമ്മൾ ഇത്തിരി പറയുന്നു ആർട്ടീഷ്യന് പകരം ഇത്തിരി നമ്മൾ പറയുന്നു പ്രൊഡ്യൂസേഴ്സ്. എന്താണ്? പ്രൊഡ്യൂസേഴ്സിന് റോ മെറ്റീരിയൽസ് കൊടുക്കുന്നു. കൺസ്യൂമേഴ്സിന് അപ്പം ഫിനിഷ്ഡ് ഗുഡ് കിട്ടുന്നു. അപ്പം പ്രൊഡ്യൂസറിന് റോ മെറ്റീരിയൽസ് കിട്ടുന്നു, കൺസ്യൂമേഴ്സിന് ഫിനിഷ്ഡ് ഗുഡും കിട്ടുന്നു. അപ്പൊ ഇതിനിടയിൽ ആക്ട് ചെയ്യുന്ന ആരാ? ഇതിന് രണ്ടുപേരെയും കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? മർച്ചൻസ് ആണ്. ആരാണ്? മർച്ചൻസ് ആണ്. മർച്ചൻസിനെ സംബന്ധിച്ച് അവർക്ക് റോ മെറ്റീരിയൽസ് കിട്ടുന്നു, പ്രൊഡ്യൂസറിൻ്റെ കൊടുക്കുന്നു, പ്രൊഡ്യൂസർ അത് ഫിനിഷ്ഡ് ഗുഡായിട്ട് മർച്ചൻ്റെ കൊടുക്കുന്നു, മർച്ചൻ്റ് അത് സോൾഡ് ചെയ്ത് കഴിയുമ്പോൾ കൺസ്യൂമേഴ്സിന്. അപ്പൊ കൺസ്യൂമേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനെയും ഇടയ്ക്ക് ഇന്റർമീഡിയറീസ് ആയിട്ടാണ് മർച്ചൻസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ഒരു സിസ്റ്റം കണക്കാക്കാൻ ദ മർച്ചൻസ് ആക്റ്റഡ് ആസ് ഇന്റർമീഡിയറീസ്. എന്താണ്? ഇടനിലക്കാര്. കൺസ്യൂമേഴ്സിനും പ്രൊഡ്യൂസറിനും ഇടനിലക്കാരായിട്ടാണ് മർച്ചന്റ് ആക്ട് ചെയ്തുകൊണ്ട്. മർച്ചന്റ് ആക്റ്റഡ് ആസ് ഇന്റർമീഡിയറീസ് ബിറ്റ്വീൻ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. പ്രൊഡ്യൂസേഴ്സിനും കൺസ്യൂമേഴ്സിനും ഇടനിലക്കാരായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ആരാണ്? മർച്ചൻസ് ആണ്.
അപ്പൊ ഈ മെർച്ചന്റ് ക്യാപിറ്റലിസ്റ്റുകാരുടെ ഫീച്ചർ, അവർ വെരി വെൽത്തി ആയതിന്റെ റീസൺ എന്തായിരുന്നു? അവരുടെ നേഷനിൽ തന്നെ അവരൊരു ഇന്റർമീഡിയറൈസ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നു. ഇത് കൊളോണിയൽ പവർ വന്നപ്പോഴത്തേക്കും വീണ്ടും അവരുടെ ഈ ഒരു പോളിസി വെച്ചിട്ട് അവർ വീണ്ടും കൊളോണിയലൈസേഷനിലേക്ക് എത്തിയപ്പോൾ അവർ വെരി വെൽത്തി പേഴ്സൺസ് ആയി. അങ്ങനെ മെർച്ചന്റ് ക്യാപിറ്റലിസ്റ്റ് ആയിട്ട് അവർ മാറുന്നു. Moving to the next point, England started industries using wealth gained through colonization. ഇംഗ്ലണ്ട് എങ്ങനെയാണ് അവർക്കൊരു വെൽത്ത് ഗെയിൻ ചെയ്തത്? അവർ കോളനൈസേഷൻ വഴിയാണ് അവരുടെ വെൽത്ത് അവർ ഗെയിൻ ചെയ്തത്. Those who invested their wealth in this way become the owners of industries and made huge profit. എങ്ങനെ അവർ ഇൻവെസ്റ്റ് ചെയ്ത്? ഒരു കോളനൈഡ് നേഷനിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എടുത്ത് അവരുടേതായ ഇൻഡസ്ട്രീസിന് പ്രോഫിറ്റിന് വേണ്ടി, അല്ലെ ആ ഒരു ഇൻഡസ്ട്രിയുടെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്ത് ഒരു പ്രോഫിറ്റ് മറ്റൊരിടത്തിലേക്ക് ഇട്ട്, ദാറ്റ് മീൻസ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്, ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത നേഷൻസ് കൂടുതൽ വെൽത്തിയറായി. അവരെന്തായി? കൂടുതൽ ഹ്യൂജ് പ്രോഫിറ്റ് അവർ അറ്റൈൻ ചെയ്യാനായിട്ട് തുടങ്ങി. ഹ്യൂജ് പ്രോഫിറ്റ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്തിരി കൂടി അവർക്ക് ഡെവലപ്ഡ് ആവുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എത്തുന്നു. അപ്പൊ എങ്ങനെന്തായി? വിത്ത് ദിസ് മെർച്ചന്റ് ക്യാപിറ്റലിസം ഗീവ് വേ ടു ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം. അങ്ങനെ മെർച്ചന്റ് ക്യാപിറ്റലിസത്തിൽ നിന്ന് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസത്തിലേക്ക് എത്തി. എന്തിലേക്ക് എത്തുന്നു? ഇൻഡസ്ട്രീസില് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് പ്രോഫിറ്റ് രീതിയിൽ അറ്റൈൻ ചെയ്യാൻ അവർ ഓരോ നേഷൻസും, കോളനൈസ്ഡ് ആവുന്ന നേഷൻസ് പോകുന്നു. അങ്ങനെ വന്നപ്പോൾ എന്തുണ്ടായി? അവർ പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുന്നു. എന്തറ്റൈൻ ചെയ്യുന്നു? പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുന്നു. പ്രോഫിറ്റ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ മിസ് പറഞ്ഞു മെർക്കന്റിലിസ്റ്റ് ക്യാപിറ്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു. ആ ഒരു, അതായത് വെരി വെൽത്തി പീപ്പിൾ ഉണ്ടാവുന്നു. വെരി വെൽത്തി പീപ്പിൾ ഉണ്ടാവുന്നു. വെരി വെൽത്തി പീപ്പിൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവർ ഇത്തിരി കൂടി അഡ്വാൻസ്ഡ് ആവാനായിട്ട് ശ്രമിച്ചു. ഇത്തിരി കൂടി അഡ്വാൻസ്ഡ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്തിരി കൂടി വെൽത്ത് ഒക്കെ ഗെയിൻ ചെയ്യണം. ആ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു തുടങ്ങി. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ അടുത്തൊരു സിസ്റ്റം, അടുത്തൊരു അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി, അടുത്തൊരു റൂളിംഗ് സിസ്റ്റത്തിലേക്ക്, ഒരു കൊളോണിയൽ സിസ്റ്റത്തിൽ എത്തി. കൊളോണിയൽ നേഷനിൽ പുതിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എത്തി. That's called what's called industrial capitalism. What is that? Industrial capitalism. എങ്ങനെയൊക്കെ ഇപ്പൊ എത്തിയത്? ആദ്യം എന്തിനായിരുന്നു? ചെറിയ ചെറിയ എക്സ്പ്ലോറേഷൻ ഒക്കെ നടത്തി. പിന്നീട് അതിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആവണം, ഇത്തിരി സെറ്റിൽ ആവണം എന്ന് തോന്നി. അപ്പൊ എന്ത് ചെയ്തു? സെറ്റിലായി തുടങ്ങി. അവര് സെറ്റിലായി കഴിഞ്ഞപ്പം വെൽത്ത് ഗെയിൻ ചെയ്യണം. എക്സ്പോർട്ടൊക്കെ കൂടുതൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇമ്പോർട്ട് കുറയ്ക്കണം, എങ്കിൽ മാത്രമേ നേഷന്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒരു പോളിസിയിലേക്ക് എത്തി. അതായത് പറഞ്ഞോളൂ നിങ്ങള്, അതെ, മെർക്കന്റിലിസം എന്ന സിസ്റ്റത്തിലേക്ക് എത്തുന്നു. മെർക്കന്റിലിസത്തിൽ നിന്ന് ക്യാപിറ്റലിസത്തിലേക്ക് എത്തുന്നു. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ മെർച്ചന്റ് ക്യാപിറ്റലിസം ഒക്കെ എത്തുന്നു. പിന്നീട് കൊളോണിയസേഷൻ എത്തുന്നു. കൊളോണിയസേഷനിൽ നിന്ന് വീണ്ടും ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസത്തിലേക്ക് എത്തുന്നു. എന്താണ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം? ഈ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം തന്നെയാണ് പിന്നീട് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് വഴിതെളിച്ചത്. എന്തിനു വേണ്ടി? ഇൻഡസ്ട്രിയൽ റവല്യൂഷന് പിന്നീട് വഴിതെളിച്ചതിന്റെ പ്രധാന കാരണം ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഫസ്റ്റ് പോയിന്റ് ആണ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസത്തിലേക്ക് എത്തുന്നത്. അപ്പം പറഞ്ഞു എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലേക്ക് എത്തുന്നതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ കണക്ട് ചെയ്ത് മിസ് വേറൊരു ചെറിയൊരു പോയിന്റ് കൂടി പറയാം. മിസ് ദീർഘിപ്പിക്കുന്നില്ല, പറയാം. ചെറിയൊരു പോയിന്റാണ് എങ്ങനെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലേക്ക് ഇംഗ്ലണ്ട് അഥവാ ഹ്യൂജ് വെൽത്തി നേഷൻസ് എത്തുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെ എത്തുന്നു എന്ന് നോക്കാം. അവർക്കിടയിൽ ഇംഗ്ലണ്ടിൽ തന്നെ വന്നൊരു വേറൊരു റവല്യൂഷനാണ്. നമ്മൾ റവല്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്തില്ല, എന്നിരുന്നാലും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഒരു ഇൻഡസ്ട്രിയൽ വ്യവസായവൽക്കരണത്തിലേക്ക് എങ്ങനെ എത്തുന്നു എന്നതിനൊരു പോയിന്റിലേക്ക് മിസ് പറയാം. അതിന് മറ്റൊരു റീസൺ ആണ്. ഫസ്റ്റ് റീസൺ എന്തായിരുന്നു? ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം, മെർക്കന്റിലിസ്റ്റ് ക്യാപിറ്റലിസം വഴി ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം. അടുത്തൊരു റീസൺ ആണ് അർഗേറിയൻ റവല്യൂഷൻ. അതായത്
കൃഷിയിൽ എങ്ങനെ ചേഞ്ചസ് ഉണ്ടായി? ഇംഗ്ലണ്ടില് അഗ്രികൾച്ചർ സെക്ടറിലെ ചേഞ്ചസ് 17th സെഞ്ച്വറിയിൽ ഉണ്ടായി. 17th സെഞ്ച്വറിയിൽ ഇംഗ്ലണ്ടിൽ ചില അഗ്രികൾച്ചർ സെക്ടറിൽ ചില ചേഞ്ചസ് ഉണ്ടായി. ആ ഒരു ചേഞ്ചസ് കാരണം അവരുടെ അഗ്രികൾച്ചർ സിസ്റ്റത്തിൽ തന്നെ അവർ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ട്. അതിന്റെ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് പറയാം. സ്മോൾ ഫാംസ് ആർ കൺസോളിഡേറ്റഡ് ടു ഫോം ലാർജ് ഫാംസ് പ്രൊട്ടക്റ്റഡ് ബൈ ഫെൻസിങ്, ദാറ്റ് മീൻസ് എൻക്ലോഷർ മൂവ്മെന്റ്. അതായത് ചെറിയ ചെറിയ ഫാം യൂണിറ്റ്സുകൾ. ഇപ്പം മിസ്സിന് ഈ ഒരു ഫാം യൂണിറ്റ് ഉണ്ട്. മിസ്സിൻ്റെ ഇപ്പുറത്ത് നിങ്ങൾക്കറിയാം, അതെ, ഗോപാലേട്ടനും ചെറിയൊരു ഫാം യൂണിറ്റ് ഉണ്ട്. ഇതിനിടയിൽ മിസ്സിന് വേണ്ട വെള്ളക്ക് ഇത് ഗോപാലേട്ടനുണ്ടായിരുന്നു, ഇത് മിസ്സിനുണ്ടായിരുന്നു, ഇത് ആരാ നമ്മുടെ രാമൻ ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പം 3 പേർക്കും ഓരോ സ്മോൾ ഫാംസ് വീതം ഉണ്ടായിരുന്നു. ഇനി ഈ ഫാംസ് എല്ലാം കൂടി ഈ ഫാമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അവർ അഗ്രികൾച്ചർ സിസ്റ്റം ഇത്തിരി കൂടി എൻഹാൻസ്ഡ് ആവാൻ വേണ്ടി ഈ ഫാമേഴ്സിനെ എല്ലാം കൂടി എന്തോ ചെയ്തു, അവരെ അങ്ങ് ഒരുമിച്ചാക്കി. അവരെന്ത് ചെയ്തു? ഒരുമിച്ച് ഒരു എൻക്ലോഷറായിട്ട് മാറ്റി, അവരെ ഒരുമിച്ചൊരു ഫീൽഡാക്കി മാറ്റി, ഒരുമിച്ചെടുത്തിട്ട് ഇവരെ ഒരുമിച്ച് കൃഷി ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? അവിടുത്തെ ഒരു കൾച്ചർ സിസ്റ്റത്തിൽ ഈ ചെറിയ ചെറിയ ഫാംസിലുണ്ടാവുന്ന, ഇതിപ്പോൾ ഇൻഡിവിജ്വലി ആയിരുന്നു എക്സ്പെൻസ് വഹിച്ചുകൊണ്ടിരുന്നത്. ഇൻഡിവിജ്വലി ഞങ്ങൾ 3 പേരും എക്സ്പെൻസസ് വഹിക്കുന്നു, അതേപോലെ ഞങ്ങൾ ഇൻകം ചെയ്യുന്നു. ചിലപ്പോൾ ഇൻകം ഗെയിൻ ചെയ്യുമ്പോൾ രാമേട്ടന് ചിലപ്പോൾ ഇൻകം കൂടുതലായിരിക്കും, അദ്ദേഹത്തിന് ഇൻകം കൂടുതലായിരിക്കും. മിസ്സിൻ്റെ ഫാമിലി ആണെങ്കിൽ ഇൻകം കുറവായിരിക്കും കിട്ടുന്നത്. അപ്പം മിസ്സിന് ഭയങ്കര നഷ്ടമല്ലേ ഉണ്ടാവുന്നത്. അപ്പം മിസ്സിൻ്റെ നഷ്ടം നികത്താൻ ഈ ഒരു ഇൻക്ലൂസീവായിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചുള്ളൊരു ഫാമിംഗ് സിസ്റ്റം വരുമ്പോഴത്തേക്കിന് മിസ്സിന് ചിലപ്പം എക്സ്പെൻഡിച്ചർ കൂടുതലാണെങ്കിൽ പോലും അതിങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് നടത്താൻ സാധിക്കും. അങ്ങനെ ഈ എൻക്ലോഷർ സിസ്റ്റം വന്നപ്പോഴത്തേക്കിന് ഇത്രയുടെ സ്മോൾ ഫാമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. നെക്സ്റ്റ് ഫീച്ചറാണ് ക്രോപ്പ് റൊട്ടേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. എന്നാണ് ക്രോപ്പ് റൊട്ടേഷൻ? ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം ആദ്യം ഓർമ്മ വരുന്നത് എന്താ? ഇടയ്ക്ക് പയർ വർഗ്ഗങ്ങൾ ആഡ് ചെയ്യുക, ലിഗുമിനസ് എന്നൊക്കെ കേട്ടില്ലേ? അപ്പൊ ആ ഒരു ഇതിന് വേണ്ടിയാണ്. അത് കൂടുതലും ഈ ഫ്രൂട്ട്സ്, ആദ്യം റൂട്ട്സ് പ്ലാന്റ്സ് ചെയ്യുന്നു, അത് കഴിയുമ്പോഴത്തേക്ക് ലീവ്സ് ചെയ്യുന്നു. ലീവ്സിൽ നിന്ന് നമുക്ക് ഫ്രൂട്ട് കിട്ടുന്ന രീതിയിൽ പിന്നീട് വീണ്ടും നമ്മൾ ഒരു ഇങ്ങനെയുള്ള ഒരു ഫ്രൂട്ടായിട്ട് കിട്ടുന്ന കൾട്ടിവേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഇതൊരു സർക്കുലർ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആ ഒരു ഫീൽഡിൽ കൂടുതൽ കൾട്ടിവേഷൻ, ആ ഒരു റിച്ച് ഫെർട്ടിലൈസർ, നാച്ചുറൽ ഫെർട്ടിലൈസർ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ഇത്തിരി പ്രൊഡക്ഷൻ ഇത്തിരി ഗുഡ് ആവുന്നു. നെക്സ്റ്റ് ഫീച്ചറാണ് യൂസ് ഓഫ് ന്യൂ അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്സ്. അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സിൽ പല യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൂൾസിലൊക്കെ ചേഞ്ചസ് വന്നു. മിസ് പറഞ്ഞില്ലേ, ചെറിയ ചെറിയ യൂണിറ്റായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പം ചെറിയ ചെറിയ ടൂൾസ് മതി, ചെറിയ ടൂൾസ് യൂസ് ചെയ്താൽ മതി. അപ്പോഴത്തേക്കിന് ആ ഒരു സിസ്റ്റം ആ ഒരു ഫീൽഡിൽ ഏകദേശം കംപ്ലീറ്റ് ആവും. എന്നാൽ വലിയൊരു ഫീൽഡ് ആയപ്പോഴത്തേക്കിന് ഇത്തിരി കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഫീൽഡിൽ ഇത്തിരി വലിയ തൂമ്പയൊക്കെ വേണ്ടി വരും, തൂമ്പയുടെ വലിപ്പം കൂടേണ്ടി വരും. അപ്പൊ കിളയ്ക്കുന്ന ഒരു രീതി തന്നെ മാറേണ്ടതായിട്ട് വരും. അങ്ങനെ വന്നപ്പോൾ ന്യൂ അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ് വന്നു, പുതിയ പുതിയ രീതികൾ അവലംബിക്കാൻ തുടങ്ങി. അത് കാരണം ഇതിന്റെ എല്ലാം റിസൾട്ട് എന്താണ് ഉണ്ടായത്? പ്രൊഡക്ഷൻ കൂടി. സ്വാഭാവികമായി ഇതെല്ലാം ഇങ്ങനെ ചേഞ്ചസ് സ്മോൾ ഫാമിങ്ങിൽ നിന്ന് ലാർജ് ഫാമിംഗ് സിസ്റ്റത്തിലേക്ക് എത്തി. ക്രോപ്പ് റൊട്ടേഷൻ കൂടി, അതായത് മണ്ണിന്റെ ഒരു നാച്ചുറൽ സിസ്റ്റം വീണ്ടും എൻഹാൻസ്ഡ് ആക്കാൻ നമ്മൾ സഹായിച്ചു. അപ്പൊ ഇതെല്ലാം വന്നപ്പോഴത്തേക്കും പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. ഈ അഗ്രികൾച്ചർ റെവല്യൂഷനും ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലേക്ക് നയിച്ച മറ്റൊരു ഘടകമാണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലേക്ക് നയിച്ച 2 ഫാക്ടേഴ്സ് ആണ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം. ഈ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം എങ്ങനെ വന്നു? ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം അതെവിടുന്നാ വന്നേ? മർച്ചന്റ് ക്യാപിറ്റലിസം നിന്ന്. എവിടുന്നാ വന്നേ? മർച്ചന്റ് ക്യാപിറ്റലിസത്തിൽ നിന്ന്. മർച്ചന്റ് ക്യാപിറ്റലിസം. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം എന്തിലേക്ക് വഴിതെളിച്ചു?
ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലേക്ക് വഴിതെളിച്ചു. ഇനി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരാനുള്ള മറ്റൊരു റീസൺ ആണ് ഈ അഗ്രികൾച്ചർ സിസ്റ്റത്തിലുണ്ടായ റവല്യൂഷൻസ്. അഗ്രികൾച്ചർ ഫീൽഡിലുണ്ടായ ചേഞ്ചസ് കാരണം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായി. മിസ് എന്ന് പറഞ്ഞത് കുറച്ച് ടേംസ് ആണ്. എങ്ങനെ നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലേക്ക് എത്തുന്നു, കോളനൈസേഷൻ വഴി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എങ്ങനെ ഗെയിൻ ചെയ്യുന്നു, കൂടുതൽ പ്രോഫിറ്റിലേക്ക് ഇംഗ്ലണ്ട് അഥവാ യൂറോപ്യൻ കൺട്രീസ് എങ്ങനെ എത്തുന്നു എന്നാണ് മിസ് പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞത് എങ്ങനെ മെർക്കന്റിലിസം എന്താണ്, എക്കണോമിക് പോളിസിയാണ് കൂടുതൽ വെൽത്ത് ഗെയിൻ ചെയ്യുക എന്നൊരു ചിന്തയോടുകൂടി എയിമോടുകൂടി വന്നൊരു പോളിസിയാണ്. അങ്ങനെ മെർക്കന്റിലിസത്തിൽ നിന്ന് കൊളോണിയൽ പവേഴ്സ് വരുന്നു, അതിന്റെ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പൊ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ നേഷനിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു, ആ നേഷൻ പിന്നീട് എങ്ങനെ മെർക്കന്റിലിസം ക്യാപിറ്റലിസം വന്നു, മെർക്കന്റ് ക്യാപിറ്റലിസത്തിൽ നിന്ന് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം എന്താണെന്ന് പറഞ്ഞു, ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം നിന്ന് അർഗേറിയൻ റവല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു, അർഗേറിയൻ റവല്യൂഷനും ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം വഴി ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. എന്താണ്? ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലേക്ക് എത്തിയിരിക്കും. ഇനി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്താണ്, അതിന്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻഡസ്ട്രിയലിലാണോ ഇംപ്ലിമെന്റ് ആയത്, അത് കോളനീസിൽ എന്താണ് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പിന്നെ കുറച്ചുകൂടി ഒരു വൈഡ് ആയിട്ടുള്ള സെൻസിൽ ഇനി വരുന്ന സെക്ഷൻസുകളിൽ പറയുന്നതാണ്. അപ്പം ഇത്രയും സെക്ഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ഇത് കേൾക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇതിൽ നിന്ന് മെർക്കന്റിലിസം എന്ന് പറയുന്ന ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഫീച്ചേഴ്സും നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ഉണ്ടാവുന്ന ഒരു പോർഷനാണ്. അതുകൊണ്ട് ഈ മിസ്സിൻ്റെ ഈ വീഡിയോസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഡൗട്ടൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. ഇനി വരുന്ന സെക്ഷനിൽ മിസ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ പറ്റി മറ്റ് ചെറിയ വീണ്ടും ഇതേപോലെ ചെറിയ പോളിസീസും ഇംപ്ലിമെന്റ്സിനെ പറ്റിയൊക്കെ പറയുന്നതാണ്. അപ്പം ബൈ സ്റ്റുഡൻസ്.